തിരുവനന്തപുരത്തെ ഫ്ളാറ്റ് തട്ടിപ്പ് കേസിൽ നടി ധന്യ മേരി വർഗീസിന്റെയും കുടുംബത്തിന്റെയും സ്വത്തുവകകൾ കണ്ടുകെട്ടി. പട്ടത്തും പേരൂർക്കടയിലുമുള്ള 1.56 കോടി രൂപയുടെ സ്വത്താണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയത്. മ്യൂസിയം, കന്റോൺമെന്റ്, പേരൂർക്കട പോലീസ് സ്റ്റേഷനുകളിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തട്ടിപ്പിനെതിരെ കേസെടുത്തത്. 2011 മരപ്പാലത്തെ നോവ കാസിൽ എന്ന ഫ്ളാറ്റ് നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞ് പലരിൽ നിന്നായി ഇവർ അഡ്വാൻസ് തുക കൈപ്പറ്റിയിരുന്നു. ഫ്ളാറ്റുകൾ നിർമ്മിച്ച് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നായി വൻ തുക തട്ടിയെന്ന പരാതിയിൽ താരത്തിനും സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് കമ്പനി ഡയറക്ടറും നടനും ധന്യയുടെ ഭർത്താവുമായ ജോൺ ജേക്കബിനും ജോണിന്റെ സഹോദരൻ സാമുവലിനുമെതിരെ നിയമ നടപടികൾ തുടർന്നു വന്നിരുന്നു. 2016 ഇവരെ അറസ്റ്റ് ചെയ്തിരുന്നു. കേസിലെ മുഖ്യപ്രതിയും കമ്പനി ചെയർമാനുമായ മുട്ടട ജേക്കബ് സാംസണും കേസുമായി ബന്ധപ്പെട്ട് 2016 അറസ്റ്റിലായിരുന്നു. 2011 മുതൽ നഗരത്തിലെ വിവിധ പ്രോജക്റ്റുകളിലായി 500ഓളം ഫ്ളാറ്റുകളും 20 വില്ലകളും 2 വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കി നൽകാമെന്ന് വാഗ്ദാനം നൽകി പലരിൽ നിന്നായി 100 കോടി രൂപ തട്ടിച്ചെന്നും അമിത പലിശ നൽകാമെന്ന് പറഞ്ഞ് 30 കോടിയോളം രൂപ തട്ടിച്ചെന്നുമുള്ള പരാതിയിലാണ് കേസ്. തട്ടിപ്പിനിരയായവർ പോലീസിനെ സമീപിച്ചതോടെ ബംഗളൂരു, മുംബൈ എന്നിവിടങ്ങളിലും കേരളത്തിലെ ചില രഹസ്യ കേന്ദ്രങ്ങളിലും ഒളിവിൽ പോയ ഇവരെ നാഗർകോവിലെ രഹസ്യ കേന്ദ്രത്തിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. ഷാരോൺ ഹിൽസ്, ഓർക്കിഡ് വാലി, സ്വാങ്ചെറി, പേൾ ക്രസ്റ്റ്, സെലേൻ അപ്പാർട്ട്മെന്റ്, നോവ കാസിൽ, മെരിലാൻഡ്, ഗ്രീൻ കോട്ട് യാർഡ്, ഏഞ്ചൽ വുഡ് എന്നീ പദ്ധതികളായിരുന്നു വാഗ്ദാനം നൽകിയിരുന്നത്. ഫ്ളാറ്റ് തട്ടിപ്പ് കേസിൽ ധന്യയും ജോണും അടക്കം 4 പ്രൊമോട്ടർമാർക്കെതിരെ കഴിഞ്ഞ ഒക്ടോബറിൽ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. ജോൺ ജേക്കബ്, ജേക്കബ് സാംസൺ, ധന്യ മേരി വർഗീസ്, സാമുവൽ ജേക്കബ് എന്നിവരാണ് പ്രൊമോട്ടർമാർ. ഒരു അപ്പാർട്ട്മെന്റ് നൽകാത്തതിന് പരാതിക്കാരിയായ സ്ത്രീക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള കമ്മീഷന്റെ 2023 ഉത്തരവ് പാലിക്കുന്നതിൽ പ്രതികൾ വീഴ്ച വരുത്തിയതിനെ തുടർന്നാണ് വാറന്റ് പുറപ്പെടുവിച്ചത്. നോട്ടീസ് നൽകിയിട്ടും പ്രതി പണം നൽകിയില്ല.